ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും, കുറച്ച് ഒറിഗാനോ എന്ന് പറയുമ്പോൾ നമ്മൾ പിസയിലൊക്കെ ചേർക്കുന്ന ആ ഒറിഗാനോയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര്, ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനത് ആദ്യം ചേർക്കാൻ മറന്നുപോയി. അതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കുറച്ച് 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായി വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാനൊരു ഫുൾ ചിക്കനായിട്ടാണ് എടുത്ത് ഗ്രില്ല് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടിത് ചിക്കനിൽ മുഴുവൻ നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തും എല്ലായിടത്തും നന്നായിട്ട് നമുക്ക് മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുകയാണ് കൂടുതൽ നല്ലത്. അതിൽ നന്നായിട്ട് മാംസത്തിലൊക്കെ അതിൻ്റെ മസാല പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ ഈ മസാല ഒന്ന് സെറ്റാകാൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിത് ഒരു ഗ്രിൽ റോഡിൽ ഇത് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ചുറ്റും ഭാഗം എല്ലാം ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 20 മിനിറ്റ് ആദ്യം ഗ്രില്ല് ചെയ്തിട്ട് ഒന്ന് പുറത്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഒലിവ് ഓയിൽ നന്നായിട്ട് അതിൽ തേച്ച് കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമുക്കത് ഓവനിൽ വെച്ച് 45 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ട് കിട്ടും. ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.